ഇന്നത്തെ വീഡിയോ മാഗ്നെറ്റോ കോയിലിൻ്റെ വോൾട്ടേജ് ചെക്കിങ് ആൻഡ് റീപ്ലേസിങ് വീഡിയോ ആണ്. ഈ മാഗ്നെറ്റോ കോയിലിൻ്റെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ചാർജ് ആവില്ല, അതേപോലെ തന്നെ സെൽഫ് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാഗ്നെറ്റോ കോയിലിൻ്റെ കണക്ടർ ഡിസ്കണക്ട് ചെയ്യുക. ഈ കണക്ടറാണ് നമ്മുടെ 6 യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കത് വേണ്ടത് ഒരു മൾട്ടിമീറ്ററാണ്. അത് നമ്മൾ മൾട്ടിമീറ്ററിൽ എ സിയിൽ സെലക്ട് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് AC കറണ്ടാണ് മാഗ്നെറ്റോ കോയിലിൽ നിന്ന് വരുന്നത്. ഒരു 23-22 വോൾട്ട് വെച്ച് 3 കോയിലിലും വരും. അപ്പോൾ നമുക്ക് അത്രയും വോൾട്ടേജ് ബാറ്ററി ചാർജ് ചെയ്യാൻ ആവശ്യമില്ല. അതുകൊണ്ട് റെഗുലേറ്റർ വഴി അത് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു 14.5 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഒരു ബാറ്ററി ചാർജ് ആകാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കറണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ 3 ലൈനിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 3 ലൈനും ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ 2 നോബും നമ്മൾ ഏതെങ്കിലും 2 ലൈനിൽ ആദ്യം തന്നെ കണക്ട് ചെയ്തിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോയിലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് എത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ റീഡിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അതായത് 21-22 വോൾട്ടേജ് വെച്ചിട്ട് നമുക്ക് 3 ലൈനിലും കിട്ടണം. അപ്പോൾ നമുക്ക് നോക്കിക്കുമ്പോൾ ആദ്യത്തെ ലൈനിൽ വരുന്നത് 19 വോൾട്ടാണ്. കുറവാണ്, എന്നാലും കുഴപ്പമില്ല, കുറവാണ്. നമുക്ക് അടുത്ത കോയിൽ നോക്കാം. അടുത്ത കോയിലിൽ നമുക്ക് കാണിക്കുന്നത് അതേപോലെ തന്നെ 17 കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി 3ാമത്തെ ലൈനിൽ എത്രയാണ് നോക്കാം. 3ാമത്തെ ലൈനിൽ അതേപോലെ നമുക്ക് എത്രയാണ് നോക്കാം. 3ാമത്തെ ലൈനിൽ കുറവാണ് കാണിക്കുന്നത്. അപ്പോൾ 3 ലൈനിൽ ഏതെങ്കിലും ഒരു ലൈനിൽ വോൾട്ടേജ് കുറവാണെങ്കിൽ നമുക്ക് ബാറ്ററി ചാർജ് ആകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് 3 കോയിലിലും ലൈൻ ഒരുപോലെ കിട്ടണം. അപ്പോൾ ഈ കോയിലിൽ 10 വോൾട്ടൊക്കെ ഉള്ളൂ ഈ ലൈനിൽ. അപ്പോൾ നമുക്ക് ഇതാണ് കംപ്ലൈൻറ്റ്. ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ആകില്ല. റണ്ണിങ്ങിൽ ബാറ്ററി ചാർജ് ആയാലാണ് നമുക്ക് പിന്നീട് വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ കറണ്ട് കറക്റ്റായിട്ട് കിട്ടി നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന കേസ് അഴിക്കണം. ഇവിടെയാണ് മാഗ്നെറ്റോ കോയിൽ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേസ് അഴിക്കണ മുമ്പ് നമുക്ക് എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യണം. എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യാനായിട്ട് ഈ കാണുന്ന ബോൾട്ട് നമുക്ക് അഴിക്കണം. ഇത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യാം. എൻജിൻ ഓയിൽ ഫുള്ളായിട്ട് ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് മാഗ്നെറ്റോ കോയിലിൻ്റെ കവർ അഴിക്കണം. അഴിച്ചതിന് ശേഷം നമുക്ക് മാഗ്നെറ്റോ കോയിൽ റീപ്ലേസ് ചെയ്യാം. നമ്മുടെ മാഗ്നെറ്റോ കോയിൽ കംപ്ലൈൻറ്റ് അറിയാനായിട്ട് വണ്ടി ഇപ്പോൾ നമ്മൾ ഒരുപാട് ഓടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1-2 മണിക്കൂർ ശേഷം പിന്നെയും വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ സെൽഫ് അടിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ മാഗ്നെറ്റോ കോയിലിൻ്റെ വോൾട്ടേജ് കറക്റ്റായിട്ട് വരാത്തതുകൊണ്ട് ബാറ്ററി ചാർജ് ആകാത്തതുകൊണ്ടാണ്. അപ്പോൾ ബാറ്ററി ചാർജ് ആയാലാണ് നമുക്ക് പിന്നീട് സെൽഫ് അടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ മാഗ്നെറ്റോ കോയിൽ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. വോൾട്ടേജ് കറക്റ്റാണോ വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മാഗ്നെറ്റോ കോയിലിൻ്റെ കവർ അഴിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സോക്കറ്റിൻ്റെ കവർ അഴിക്കാം. അത് അഴിച്ചതിന് ശേഷം മാത്രം വേണം നമുക്ക് മാഗ്നെറ്റോ കോയിലിൻ്റെ കവർ അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുന്ന ബോൾട്ടുകളെല്ലാം നമുക്ക് അഴിക്കാം. ഇതെല്ലാം 8ൻ്റെ ബോൾട്ടാണ്. അതെല്ലാം അഴിക്കാം. അതെല്ലാം അഴിച്ചതിന് ശേഷം നമുക്ക് ഈ കേസ് നമുക്ക് ഊരിയെടുക്കാം. കോയിൽ കവറിൻ്റെ ബോൾട്ടെല്ലാം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കവർ പോരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി. കാരണം ഒരു മാഗ്നറ്റ് പവർ ഇതിനുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വലിച്ചാൽ പോരില്ല, ഇത്തിരി ടൈറ്റ് ഉണ്ടാവും. നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. അത് അഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലുള്ള വീലുകളൊന്നും ഗിയേഴ്സ് ചെറിയ ഗിയറുണ്ട്, ആ ഗിയറൊന്നും മിസ്സാകാതെ നോക്കുക.
അപ്പം നമ്മൾ ഈ കാണുന്ന പോർഷനാണ് റോട്ടർ. ഇതാണ് നമ്മുടെ വണ്ടി റണ്ണിങ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ മാഗ്നെറ്റോ കോയിലിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കറണ്ട് തരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന 3 അയൺ ബോൾട്ട് ഉണ്ട്. നമ്മുടെ മാഗ്നെറ്റോ കോയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ 3 അയൺ ബോൾട്ടിലാണ്. അപ്പോൾ ഈ 3 അയൺ ബോൾട്ട് നമുക്ക് അഴിച്ചാലാണ് മാഗ്നെറ്റോ കോയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ഈ മാഗ്നെറ്റോ കോയിലിൽ നിന്ന് പോയേക്കുന്ന കേബിള് ചെറിയൊരു ബോൾട്ടിലാണ് ടൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അഴിക്കണം. ചെറിയൊരു ക്ലാമ്പ് ഉണ്ട്, അത് അഴിച്ചാലാണ് നമുക്ക് അത് ഫുള്ളായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മാഗ്നെറ്റോ കോയിലിൻ്റെ ബോൾട്ടെല്ലാം അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പുതിയ മാഗ്നെറ്റോ കോയിൽ സെറ്റ് ചെയ്യണതാണ്. പുതിയ മാഗ്നെറ്റോ കോയിൽ ഒറിജിനലല്ല, ഒറിജിനൽ നമുക്ക് കിട്ടിയില്ല, സ്റ്റോക്ക് ഇല്ല. സ്പെയർ കിട്ടാനൊക്കെ അറിയാമല്ലോ, ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി ആണ് നമുക്ക് ഈ സ്പെയർ കിട്ടുന്നത്. 1500 രൂപ ആ ഒരു റേഞ്ചിലായി. ഒറിജിനലും ആ റേഞ്ച് തന്നെയാണ്. പക്ഷേ നമുക്ക് അത്യാവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. നമുക്ക് പാക്കിങ് വെച്ച് കൊടുക്കുക. നമുക്ക് ഈ NS200ൻ്റെ സെയിം പാക്കിങ് തന്നെയാണ്. ആ പാക്കിങ് വെച്ച് കൊടുക്കുക. പാക്കിങ് കവറിലോ അല്ലെങ്കിൽ കേസിലോ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ കവറിലാണ് വെക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു സിലിക്കോൺ പേസ്റ്റ് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, പാക്കിങ് പോകാതിരിക്കാൻ. അതിനുശേഷം നമുക്ക് നമ്മൾ അഴിച്ച 3 അലൻ ബോൾട്ടും നമുക്ക് അതേപോലെ തന്നെ അഴിച്ച പോലെ തന്നെ സെറ്റ് ചെയ്യുക. അഴിച്ച് കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കാണുന്ന ഗിയർ ഇടാൻ മറന്നു പോകരുത്. അത് കവറിലോ അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ എൻജിൻ കേസിൻ്റെ അകത്തോ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പാക്കിങ്ങും കോയിലും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പഴയ സ്ഥിതിയിലേക്ക് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ ഗിയർ നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. അകത്ത് വെച്ച് തന്നെ സെറ്റ് ചെയ്യുക. കറക്റ്റ് ആ ഗിയറിൻ്റെ പല്ല് സൂട്ടാകുന്ന വരെ നമ്മളത് പതുക്കെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മാഗ്നെറ്റോ കോയിലിൻ്റെ കവറ് വെച്ച് കൊടുക്കാം. ഇത് മാഗ്നറ്റിക് പവർ ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി. ബാക്കി മാഗ്നറ്റിക് പവർ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് പിടിച്ചിരുന്നോളും. അതുകൊണ്ട് താഴത്തേക്കൊന്നും പോരില്ല. പിന്നെ നമുക്ക് ബോൾട്ട് നമുക്ക് പതുക്കെ ഇട്ടാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾട്ടൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് മാഗ്നെറ്റോ കോയിലിൻ്റെ വോൾട്ടേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്തേക്കുന്നത് അത് മറന്നു പോകരുത്. നമ്മൾ കോയിലൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ വണ്ടി ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സ് തന്നെ അതായത് എൻജിൻ ഓയിലൊക്കെ നമുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഫസ്റ്റത്തെ ലൈൻ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അത് 22 വോൾട്ടേജ് കാണിക്കുന്നു. അതിലും രണ്ടാമത്തെ ലൈനിലും 23 വോൾട്ടേജൊക്കെ അടുത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് മൂന്നാമത്തെ ലൈനും ചെക്ക് ചെയ്ത് നോക്കാം. അത് ഒരു 23 വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ 3 ലൈനും കുഴപ്പമില്ല, ഏകദേശം ഈക്വലായിട്ട് തന്നെയാണ് നമുക്ക് വോൾട്ടേജ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കണക്ടർ കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്ര വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററിയിലേക്ക് വരുന്ന വോൾട്ടേജ് എത്രയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്തേക്കാണ് മൾട്ടിമീറ്റർ. അത് DC വോൾട്ടിൽ ഇടണം. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ 14 മുതൽ ഇങ്ങനെ കയറി വരുവാണ്. 14 മുതൽ 14.5 വരെ, അതായത് 14.50 വരെ ഒക്കെ വരാം. നോർമലാണ്, കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് റേസ് ചെയ്ത് കൊടുത്താലും 14.50 അതിന് മുകളിലോട്ട് പോകരുത്. അതുവരെയൊക്കെ നമുക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. ചെറുതായിട്ട് കൂടി വരുന്നുണ്ട്. മാക്സിമം 14.50, അതിനപ്പുറം പോകാതിരുന്നാൽ മതി, കുഴപ്പമില്ല.
നമുക്ക് ഈ 12 വോൾട്ട് ഇത് കോയിൽ കംപ്ലൈൻ്റ് ആണെങ്കിൽ 12 വോൾട്ടിലൊക്കെ താഴെ ആയിരിക്കുള്ളൂ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്ന വോൾട്ടേജ്. അങ്ങനെ വരുമ്പോൾ ബാറ്ററി ചാർജ് ആവില്ല. പിന്നീട് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ വണ്ടി സെൽഫ് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഉണ്ടാകും. ഓക്കെയാണ്. ഇപ്പോൾ 14.40 കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് കോയിൽ മാറ്റിയത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഉള്ള വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.